23-ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഏനുളുടെ കബറിടം കണ്ടുപിടിച്ച് അതിനു മുന്നിൽ വിഷമിച്ചിരിക്കുന്ന മർജാനെയാണ് കാണിക്കുന്നത്. ദൂരെ നിന്ന് അവൾ വരുന്നത് കണ്ട് ആദേശ് വേഗം ഇവിടുന്ന് മാറിയിരുന്നു. മർജാൻ ഏനുളിനോട് സംസാരിക്കുന്നത് മാറി നിന്ന് ആദേശ് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ശരിക്കും ഹൈദറിന്റെ മകൾ തന്നെയല്ലേ? ചിലപ്പോൾ നീ ആ ദുഷ്ടന്റെ മകളല്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ സമയം ഹൈദർ സാഹിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതിന്റെ പുറകിൽ ആദേശാണെന്ന് സംശയിക്കുകയാണ്. നീയോ? നീ എന്താ ഇവിടെ? മാൻഷനിൽ ചെന്നപ്പോൾ നീ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഏനുൾ. ഞാൻ അറിഞ്ഞിരുന്നില്ല അവൾ മരിച്ചു പോയിരുന്നോന്ന്. മുഖം പോലും ശരിക്കും ഓർക്കാത്ത ഒരാൾ എന്നെ എങ്ങനെയാണ് ഇത്ര അഫക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞവൾ ഒരുപാട് വിഷമിക്കുകയാണ്. വാ മതി പോവാ, ഞാൻ ഇനിയും വരും. അല്ല, അപ്പൊ താഹിറിന് എന്ത് സംഭവിച്ചു? ഏനുളുടെ ബ്രദർ? എനിക്ക് ഉറപ്പാണ് ഏനുളുടെ മരണം അവന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവന്റെ പെരുമാറ്റം കണ്ട ഒരു കൊച്ചുകുട്ടിയാന്ന് ആരും പറയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അവൻ എന്നെ ഏനുളിനെ ഒരുപോലെ തന്നെ നോക്കിയിരുന്നേ. പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി അവനുണ്ടായിരുന്നു. നീ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് സമയം കളയാതെ വേഗം നടക്കാൻ നോക്ക്. നീ എന്തിനാ വന്നേ? ഞാൻ നിന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ. മനസാക്ഷി ഇല്ലാത്തവൻ. ഞാനോ? ആ, നീ തന്നെ. അപ്പോഴാണ് ജമാലിന്റെ കോള് വരുന്നത്. നീ പറഞ്ഞ പോലെ തന്നെ നെസർ ആ ലാൻഡ് മേടിച്ചു. നന്നായി. നീ വേഗം കമ്പനിയിലേക്ക് ഇല്ല, ഞാൻ അങ്ങോട്ടിപ്പോ വരാം. ഈ സമയം ബിനാസ് ബറാത്തിന് കുറച്ച് സ്വർണം വീണ്ടും കൊടുത്ത് ആ കാറിന്റെ കാര്യം ശരിയാക്കാൻ പറയാണ്. ആദേശം മറിജാനും വൈകാതെ കമ്പനിയിലെത്തി. നീ അയാളോട് സംസാരിച്ചായിരുന്നോ? അത് ഞാൻ പറയാം. ഇപ്പം നിന്നെ നെസർ മീറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം? എന്തു പറ്റി? നീ കൂടുതൽ കിടന്ന് അഭിനയിക്കണ്ട. എനിക്കറിയാം നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അടുത്ത പ്ലാൻ നിനക്ക് നന്നായിട്ട് അറിയാന്ന്. ബോയ് ഫ്രണ്ടോ? എന്ത് ബോയ് ഫ്രണ്ട്? നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യാനിരുന്ന ലാൻഡ് അവൻ മേടിച്ചു. എനിക്ക് ഉറപ്പാ ഇവളറിയാതെ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല. നിനക്കറിയാമോ ഇതിനെക്കുറിച്ച് എന്തേലും? ഇല്ല, ഞാനും ഇതിപ്പോഴാ അറിയുന്നേ. നമ്മളങ്ങനെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഈ പ്രൊജക്റ്റിലും കൂടെ ഉറപ്പിച്ചിരിക്കുകയാണ്. നെസർ, നീ എന്തിനാ ഈ ലാൻഡ് മേടിച്ചേ? കാരണം ഞാനും ഇതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, നിന്നെ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയില്ല. ഹോ, എന്തൊരു സ്നേഹം. നീ ആ ലാൻഡ് മേടിച്ച എന്തായാലും നന്നായി. കാരണം ഞങ്ങൾ ഈ പ്രൊജക്റ്റിന് നോക്കി വെച്ചിരിക്കുന്ന സ്ഥലം വേറെയാ. എന്താ? ശേ, ഇങ്ങനെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ആരോടെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ആ ഓണർ പാവം എങ്ങനെയും ആ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇതിപ്പോ ഏതായാലും നന്നായി. മേടിച്ച സ്ഥലം ഏതായാലും ചുമ്മാ കളയണ്ട. ചെന്ന് കുറച്ച് വാഴ വെച്ചോ. പഴത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അങ്ങനെ ഒരാവശ്യമില്ലാതെ കുറച്ച് പൈസ നെസർ സ്ഥലം മേടിച്ചും കളഞ്ഞു. പുതിയ ലാൻഡ് ഒരെണ്ണം സെറ്റായിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിക്ക് ജമാൽ, നീ വേഗം ഇറങ്ങും, നമുക്ക് നോക്കിയിട്ട് വരാം. അസ്ലിക്കും കൂടെ വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആദേശം അവളെ കൊണ്ടുപോയില്ല. വണ്ടി കയറിയിട്ടാണെങ്കിൽ മറിച്ചാന്റെ കൈ ഒരു തരത്തിലും അടങ്ങിയിരിക്കുന്നില്ല. കുട്ടിയും കുറ്റം പറയാൻ പറ്റില്ല. യവൻ ഈ ബലൂൺ പോലെ മുഖം വീർപ്പിച്ചിരിക്കുകയല്ലേ. എന്നെ കുറച്ച് പാട്ട് കേട്ടേക്കാന്ന് കരുതി റേഡിയോ ഓണാക്കിയപ്പോ യവനത് പിടിച്ചില്ല. അത് പോട്ടെന്ന് വെച്ച് കയ്യിലിരുന്ന് താക്കോലും കുലുക്കി പുറം കാഴ്ച ആസ്വദിച്ചിരിക്കുകയാണ് മറിച്ചാൻ. ഒന്ന് അടങ്ങിയിരിക്കാവോ? എന്ത്? നീ എന്ത് വെച്ചാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്? നിർത്താൻ. പക്ഷെ അവളുടെ കൈ അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ല. ആ വിൻഡോ ക്ലോസ് ചെയ്. നിന്റെ പ്രശ്നം എന്നാ? ഞാനെന്താ വല്ല റോബോട്ടും ആണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ ആ വിൻഡോ ക്ലോസ് ചെയ്തു. ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. ഞാൻ കേട്ടു. ആ, കേൾക്കാൻ തന്നെ പറഞ്ഞതാ. എന്തു പറ്റി? ഒന്നുമില്ല, നീ കിടന്നോ. നിനക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനോ അറിയില്ലേ? അതിന് മറുപടി ഒരു നോട്ടം പാസ്സാക്കിയെങ്കിലും ലവൾ അത് കണ്ടില്ല. നേരത്തെ ഒന്ന് ചമ്മിയതിന് നെസർ നേരെ യസാറിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തി കയറ്റി. അവനോട് പുതിയ സ്ഥലം ഏതാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവനതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. കാര്യം പറഞ്ഞ് ഈ പന്നിക്ക് മനസ്സിലാവാൻ പോകുന്നില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ യസാർ അവിടുന്ന് നൈസായി എസ്കേപ്പായി. യസാറിനെ പേടിപ്പിച്ച് നേരെ നോക്കിയപ്പോൾ അത് വേറൊരു മൈന. ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സ് ആവേണ്ടവരാണ്. ആണോ? അതാര് പറഞ്ഞു? കാരണം നമ്മുടെ ആവശ്യങ്ങൾ ഒന്നാണ്. എന്താണാവോ അങ്ങയുടെ ആവശ്യം? നീ കൂടുതൽ കിടന്ന് ഉരുളണ്ട. അവരെന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്റെ മോന്ത ഞാൻ കണ്ടായിരുന്നു. അപ്പോഴാ എനിക്ക് മനസ്സിലായി നമ്മുടെ റൂട്ട് ഒരു വഴിക്കാണ്. ഇവരുടെ ഈ സംസാരത്തിന്റെ ഇടയിലേക്ക് ജമാൽ ഇടയ്ക്ക് വന്ന് കയറി.
ജമാലിനും ആദേശിനും പിന്നെ പരമ്പരാഗതമായ നെസറിനെ വലിയ ഇഷ്ടമാണല്ലോ. ഈ സമയം ആദേശ് ഏതോ ഒരു കാട്ടുമുക്കിൽ കൊണ്ട് വണ്ടി നിർത്തിയത് കണ്ട് മറിച്ചാൻ നീ വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. ഈ സമയം ഇവരുടെ തൊട്ടു പിറകെ ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിസറിന്റെ ഒരു ചിങ്കിടിയുണ്ട്. ഓവർ സ്മാർട്ടായി വഴി തെറ്റിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ. വഴി അറിയില്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? എന്റെ കൊച്ചെ വായ നടക്കാവോ കുറച്ചു നേരത്തേക്ക്? വഴി തെറ്റിയതൊന്നും അല്ല. ഏതു നേരം കലവില. നീ എന്നെയാണോ കലവില എന്ന് വിളിച്ചേ? എന്തേ, ഞാൻ കള്ളം പറഞ്ഞാണോ? അതും ഈ വണ്ടിക്കകത്തിരുന്ന് നോൺ സ്റ്റോപ്പായിട്ട് ബഹളം വെക്കില്ലായിരുന്നോ നീ? ഇത് കേട്ടിട്ട് എന്റെ തല പൊളിയായിരുന്നു. ഇനി എങ്ങാനും വഴി തെറ്റിയിട്ടുണ്ടെങ്കിലും അത് നിന്റെ അലപ്പ് കാരണമാ. അത് കൊള്ളാലോ. അതിനകത്ത് ഇത്രയും നേരം ശ്വാസം പിടിച്ചു വെച്ചിരുന്നത് എങ്ങനെയാന്ന് എനിക്കറിയാം. നീ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു സഞ്ചരിക്കുന്ന പ്രോബ്ലമായി. ചെല്ല്, എന്ത് നോക്കിക്കേ, വണ്ടി കയറ്. വൈകുന്നതിന് മുന്നേ സ്ഥലം കണ്ടിട്ട് വീട്ടിൽ പോണം. ഈ സമയം നെസറിന്റെ ഗുണ്ട ഇതെല്ലാം അവനെ ആ സമയം തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആദിഷും മർജാനും നേരെ അവിടെ നിന്ന് ഒരു റെസ്റ്റോറന്റിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ ഏതായാലും സിറ്റിയിൽ നിന്ന് മാറി വെക്കാൻ തോന്നിയത് എന്തായാലും നന്നായി. ഈ സ്ഥലം ശരിക്കും കൊള്ളാട്ടോ. മെനു കാർഡ് വന്നപ്പോ എന്ത് ഓർഡർ ചെയ്യുമെന്ന് ഓർത്ത് മർജാൻ ഒടുക്കത്തെ ഡൗട്ടാണ്. ഇത് ശ്രദ്ധിച്ച ആദേശ് അവൾ പറഞ്ഞ 2 ഓർഡർ ചെയ്തു. ഞാൻ എന്ത് ചെയ്യാനാ, വിശന്ന എനിക്ക് എപ്പോഴും ഡൗട്ടാ എന്ത് കഴിക്കണമെന്ന്. ഒരെണ്ണം പിക്ക് ചെയ്താൽ മറ്റേതെന്റെ മനസ്സിൽ കിടക്കും. ഒന്നെടുത്താൽ മറ്റേതിന്റെ വിഷമാവുന്നാണോ? ഏതായാലും ഞാൻ നിന്നെ പോലെ വികാരമില്ലാത്ത ജീവിയൊന്നുമല്ല. ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ലേ? ഈ സമയം ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് നെസറിന്റെ ആൾ അവിടെ എത്തി. നേരത്തെ പാളിയ പോലെയല്ല. ചീച്ചക്കും മാലിക്കും ഇന്ന് തന്നെ ബിന്നാസിനോട് എല്ലാം പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നുറച്ച് വന്നെങ്കിലും വീണ്ടും വരാത്ത കയറിയാവുന്നത് കൊളവാക്കി. അവൻ ഓടിക്കിതച്ച് വന്ന് പറയുന്നത് ബിന്നാസ് കുറച്ചു മുന്നേ കൊടുത്ത സ്വർണ്ണമെല്ലാം ഫേക്കാണെന്നാണ്. പതിയെ കഴിക്കേ, നിന്റെ പ്ലേറ്റിൽ നിന്ന് ആരും കൊണ്ടുപോയില്ല. നിനക്ക് എന്റെ വായി നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നിന്റെ പ്ലേറ്റ് ഇരിക്കുന്ന കഴിച്ചൂടെ? നിന്നെപ്പോലെ ഇത്രയും സ്പീഡിൽ കഴിക്കാൻ എനിക്ക് എന്തായാലും പറ്റില്ല. ഈ ഫ്രഷ് എയർക്ക് കാരണം എനിക്ക് എപ്പോഴും വിശക്കുന്നേ. കഴിഞ്ഞല്ലേ, വാ പോവാ. നീ കഴിച്ചില്ലല്ലോ, ഞാൻ വീട്ടിൽ ചെന്ന് കഴിച്ചോളാം. നിനക്ക് എന്നെ വെയിറ്റ് ചെയ്താ ഞാൻ. വണ്ടി കയറി കുറച്ചു ദൂരം പോകുമ്പോൾ ആദിഷിന്റെ കാര്യം നിന്ന് തീയും പുകയൊക്കെ വരാൻ തുടങ്ങി. നെസറിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയ ഗുണ്ട ഈ സമയം ആദേശിന് നേരെ ഗൺ പോയിന്റ് ചെയ്ത് നിൽക്കുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർജി കുട്ടി.